നിലമ്പൂരിലെ പ്രസ്റ്റീജ് പോരാട്ടത്തിൽ ആര് പ്രചാരണത്തിൽ മുന്നിലെത്തിയാലും മുന്നോട്ടുള്ള റോഡ് അത്രയ്ക്ക് സ്മൂത്തല്ല. ദേശീയപാത വികസനത്തിലെ നിർമ്മാണത്തിലെ പാളിച്ചകളെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രചാരണം മുഴുവൻ. അക്ഷരാർത്ഥത്തിൽ പണിതീരും മുൻപേ പൊട്ടിപ്പൊളിഞ്ഞു തുടങ്ങിയ ദേശീയപാത 66 ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ടുകൾക്ക് മുകളിലാണ് വാൾ വീശുക എന്നത് മാത്രമാണ് ഇനി ചോദിക്കാനുള്ളത്. കാരണം റോഡ് നന്നാക്കിയിട്ട് വോട്ട് ചോദിക്കാൻ എത്തിയാൽ മതിയെന്ന് നാട്ടുകാർ നിലമ്പൂരിൽ നിന്ന് വിളിച്ചു പറയുന്നത് ഇതിനോടകം കേട്ടുകഴിഞ്ഞിരിക്കുന്നു. പരിശോധന കൃത്യമായി നടത്താതെ, പരിസ്ഥിതി ആഘാതം നോക്കാതെ ഭൂമി നൽകിയതിന്റെ ദോഷവശമാണ് ഈ കാണുന്നതെന്ന് വിമർശനം ഉയരുമ്പോഴും ദേശീയപാത വികസനത്തിന്റെ ക്രെഡിറ്റും പ്രോഗ്രസ് റിപ്പോർട്ടിൽ അതിന് ഗുഡ് മാർക്കും കൊടുക്കുന്ന LDF സർക്കാരുണ്ട്. പാതയുടെ പല ഭിത്തികളും പൊളിഞ്ഞു വീണിട്ടും ഈ ക്രെഡിറ്റ് ഞങ്ങൾ ആർക്കും വിട്ടുതരില്ലെന്ന് പറയുന്ന കേന്ദ്ര സർക്കാരുമുണ്ട്. പൊളിയുന്ന ദേശീയപാതയെ ചൂണ്ടി ഇരു സർക്കാരുകൾക്കുമെതിരെ നാട്ടുകാരെ അണിനിരത്തുമെന്ന് പറയുന്ന UDF-ഉമുണ്ട്. ഇങ്ങനെ ദേശീയപാത നിലമ്പൂരിലും വഴിമുടക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. പരിഹരിക്കുമോ ക്രെഡിറ്റ് എടുത്തവർ ഈ പ്രതിസന്ധി? കേടായ റോഡുകളുടെ അവശിഷ്ടങ്ങൾ എടുത്തു മാറ്റാൻ മിനിമം 3 മാസമെങ്കിലും വേണമെന്ന സ്ഥിതിയിൽ മഴയും കരക്കുമ്പോൾ ചിത്രം എന്താകും? മതിയാകുമോ ജനരോഷം തണുപ്പിക്കാൻ ഈ കൂടിക്കാഴ്ച?